ഇത്തരമൊരു വിലക്കുമായി അല്ലെങ്കിൽ സ്ത്രീകൾ നമുക്കിപ്പോൾ എം എൻ കാരശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ കാരശ്ശേരി മാഷ്, കണ്ണൂരിലെ പാനൂരിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയാഘോഷത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കേണ്ട, അവർക്ക് വിലക്കേർപ്പെടുത്തി ലീഗ് നേതാവ് തന്നെ ഒരു ശബ്ദ സന്ദേശം അയക്കുകയാണ്. അവർ ആഹ്ലാദിക്കേണ്ട, അവർ തിമിർക്കേണ്ട, അല്ലെങ്കിൽ പാട്ടിനൊത്ത് നൃത്തം ചെയ്യേണ്ട എന്ന് പറയുന്നു. അത് പ്രത്യേകിച്ച് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇത്തരം എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു വിലക്ക് കൽപ്പിക്കുന്നത് ശരിയാണോ? അത് മതത്തിന്റെ പേരിൽ പറഞ്ഞ് വിലക്കുന്നത് ശരിയാണോ? എന്തിന്റെ പേരിൽ അങ്ങനെ വിലക്കിയാലും അത് ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും അവമാനകരമാണ്. സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കാണുന്ന ഒരു രീതിയാണ്. ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് കൃത്യമായിട്ട് കേട്ടു. മതത്തിന്റെ പേരിലാണത് പറഞ്ഞത്. ആ മതത്തിൽ പറയുന്നുണ്ടോ വോട്ട് ചെയ്യാൻ? ഇവരത് ആലോചിക്കണ്ടേ? വോട്ട് ചെയ്യണം എന്ന് നബിവചനങ്ങളിലോ അവരുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലോ ഉണ്ടാവില്ലോ. ആ വോട്ട് പുതിയതല്ലേ? ഈ സ്ത്രീകളുടെ വോട്ട് ഇവർക്ക് വേണം. എന്നാ അവർ സ്ത്രീകളുടെ വോട്ട് വേണ്ട എന്ന് പറയട്ടെ. മുസ്ലിം ലീഗിന് സ്ത്രീകളുടെ വോട്ട് വേണ്ട, അത് പറയില്ലല്ലോ. ഈ ഇലക്ഷൻ വർക്കിന് ഈ പെണ്ണുങ്ങൾ പണിയെടുത്തതിനെ പറ്റി ഈ ഓഡിയോ ക്ലിപ്പിൽ അനുമോദനം പറയുന്നുണ്ട്. അവര് മെനക്കെട്ട് വോട്ട് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അവര് സംഭാവന കൊടുക്കണം, അവര് വോട്ട് പിടിക്കണം, അവര് വോട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. എന്ത് പാടില്ല? റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല, പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, ആഹ്ലാദിക്കാൻ പാടില്ല, ശരീരചലനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർ അടിമകളാണെന്ന് അതിന്റെ അർത്ഥം. ഞങ്ങൾ പറയുന്നത് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാന്നായി പറയുന്നത്. അത് ഇവിടുത്തെ ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് നമുക്കൊക്കെ തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. ആണും പെണ്ണും തുല്യരാണ്. ഈ ഭരണഘടന പിടിച്ച് നാഴിക്ക് 40 വട്ടം വർത്തമാനം പറയുന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാർ. അവര് ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റിയും പിന്നോക്കാവസ്ഥയെ പറ്റിയും മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ മൈനോറിറ്റി റൈറ്റ്സ്, ന്യൂനപക്ഷ അവകാശപ്പെട്ട അവരുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്ക് അവർ ഈ അവകാശം കൊടുക്കുന്നില്ലാണ് ഈ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയേണ്ടത്, ഇനി സ്ത്രീകളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. സ്ത്രീകൾ വോട്ട് ചെയ്യണമെന്ന് ഖുർആനിൽ പറയുന്നില്ല. സ്ത്രീകൾ വോട്ട് ചെയ്യണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രകടനത്തിൽ പങ്കെടുക്കണ്ട, നിങ്ങൾ മുദ്രാവാക്യം വിളിക്കണ്ട, നിങ്ങൾ റോഡ് ഷോയ്ക്ക് വരരുത്, അവിടെ ആടാനും പാടാനും വരരുത്, കൈപൊട്ടി കളിക്കാനും ചിരിക്കാനും വരരുത്, നിങ്ങൾ വീടിനകത്ത് അടച്ചിരുന്നു, പക്ഷേ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. സ്ത്രീകൾക്ക് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്ഭുതം തോന്നുന്നു. അവർക്കൊരു വനിതാ ലീഗ് എന്നൊരു സംഘടനയുണ്ട്. അവരുടെ നേതാക്കന്മാർ എന്താ പറയുന്നത്? അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ MSFന് ഹരിത എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ വിഭാഗമുണ്ട്. അവരെന്ത് പറയുന്നു? അവിടുത്തെ നേതാക്കന്മാർ, ഈ ജയിച്ച ഷാഫി പറമ്പിൽ എന്ത് പറയുന്നു? അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ മുസ്ലിം പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കാമോ? ഷാഫി പറമ്പിൽ പറയണം. ഇത് ചെറിയ കാര്യമല്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യമില്ലാന്നായി പറയുന്നത് എന്തിന്റെ പേരിൽ? മതത്തിന്റെ പേരിൽ. അത് ഭരണഘടനാ വിരുദ്ധമായൊരു നിലപാടാണ്. അത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കോ ശ്രീ സാദിഖ് അലി തങ്ങൾക്കോ അത് ശരിയാണെന്ന് പറയാൻ പറ്റൂ? പിന്നെ അവർ ഭരണഘടന എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? അതുകൊണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് അവിടുത്തെ കൂത്തുപറമ്പ് ഭാഗത്തെ മുസ്ലിം ലീഗ് നേതാവ് നടത്തിയതാണ് എന്റെ അഭിപ്രായം. അതിനെല്ലാ ശ്രീ കാരശ്ശേരി മാഷ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹരിതയുടെ പ്രവർത്തകരോട് അവരുടെ അഭിപ്രായം ആരാഞ്ഞു. അവർ പ്രതികരിക്കാൻ തയ്യാറല്ല. അതിനർത്ഥം അവർ ഇതിന് വഴങ്ങി എന്നുള്ളതാണ്. തീർച്ചയായും മതത്തിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ അതിന് വഴങ്ങുകയാണ്. അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിലെ വനിതാ പ്രവർത്തകർ, താങ്കൾ പറഞ്ഞതുപോലെ അവരുടെ വോട്ട് വേണം, പക്ഷേ അവരുടെ ആഹ്ലാദവും സന്തോഷവും ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു ശബ്ദ സന്ദേശത്തിനെ അടിസ്ഥാനമാക്കി അവർ പൂർണ്ണമായും വഴങ്ങുന്ന കാഴ്ചയായിരിക്കും ഈ ഷാഫി പറമ്പിലുള്ള അനുമോദന യോഗത്തിലും മറ്റും കാണാൻ കഴിയുക. ഷാഫി പറമ്പിലിന് ഒരു അവമാനമാണത്. അദ്ദേഹത്തിന്റെ ഈ ഗംഭീരമായ വിജയത്തിന് ഒരു കളങ്കം ചാർത്തുന്ന ഒന്നാണ് ആ വർത്തമാനം. ഹരിത എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധികൾ ഇതിൽ പ്രതികരിക്കുന്നതിൽ ധൈര്യമില്ല, പ്രതികരിക്കാൻ അവകാശമില്ല എന്നാണ് കാണിക്കുന്നത്. പിന്നെ എന്തിനാ അങ്ങനെ സംഘടന? വനിതാ ലീഗ് എന്ന് പറഞ്ഞാൽ എന്തിനാ വനിതാ ലീഗ്?
ഇതൊക്കെ ഇസ്ലാം മതത്തിൽ പറഞ്ഞല്ലോ ലീഗ് ഉണ്ടാക്കി. ലീഗ് ഇസ്ലാം മതമാണോ? മതത്തിന്റെ പേരിൽ അത് പറയുന്നത്. മതത്തിന്റെ പേരിലാണോ ഈ പാർട്ടി ഉണ്ടാക്കിയത്? ഈ മുസ്ലിം ലീഗ് ഉണ്ടാക്കണമെന്നും MLA MP ജയിപ്പിക്കണം എന്നൊക്കെ ഖുർആനിലുണ്ടോ? ഒന്നുമില്ലല്ലോ. അതൊക്കെ ആധുനിക രാഷ്ട്രീയ സാമൂഹ്യ ജീവിതം ഉത്പാദിപ്പിക്കുന്നതല്ലേ. അപ്പൊ ഇവര് ഈ വനിതാ ലീഗിന്റെ നേതാക്കന്മാര് മിണ്ടൂല, ഹരിതയുടെ നേതാക്കന്മാര് മിണ്ടൂല. എന്താ കാരണം? അവർക്ക് മിണ്ടാനുള്ള സ്വാതന്ത്ര്യം കൂടിയില്ല. അവര് ചുമതലകൾ മാത്രമുള്ള അവകാശങ്ങളില്ലാത്ത അടിമകളാണെന്ന് അത് കാണിക്കുന്നത്. അങ്ങേയറ്റം അവമാനകരമാണ് ആ നിലപാട്. എന്തായാലും എന്താണ് പറയുന്നത് ഈ മതത്തിന്റെ പേരിൽ പറയുമ്പോൾ താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? താങ്കൾ പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും മതം നിഷ്കർഷിക്കുന്നില്ല എന്നുള്ളത്, ഖുറാനിൽ പറയുന്നില്ല എന്നുള്ളത്. എന്നാലും മതത്തിന്റെ പേരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല, പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല, നൃത്തം ചവിട്ടാൻ പാടില്ല എന്നുള്ളതൊക്കെ പരമ്പരാഗതമായ രീതിയിൽ അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങളാണോ? ഒരു ആചാരങ്ങൾ എന്ന നിലയ്ക്ക് അതിലൊക്കെ കീഴ്പ്പെട്ടാണോ മുസ്ലിം സമൂഹം ഇത്രയും നാൾ മുന്നോട്ട് വന്നിരുന്നത്? മുസ്ലിം സമൂഹത്തിലുള്ള ഒരു നൃത്തരൂപമല്ലേ ഒപ്പന. അവർ ഒപ്പന കളിക്കുന്നില്ലേ? അവർ പാട്ട് പാടുന്നില്ലേ? അവർ പ്രകടനത്തിൽ പങ്കെടുക്കുന്നില്ലേ? പിന്നെ ഇവരിപ്പോ എന്താന്ന് വെച്ചാല് ഇതിന്റെ കാര്യം ഇതാണ്. അടുത്ത 2 കൊല്ലം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു സ്ത്രീക്ക് 1 or 2 സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇപ്പൊ 20 MP ഡൽഹിക്ക് പോവാണ്. അതിൽ ഒരു സ്ത്രീ ഇല്ല. 52% സ്ത്രീകൾ ഉള്ള ജനസംഖ്യയാണ് ഇവിടുത്തത്. കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതലാണ് സ്ത്രീകൾ. എന്നിട്ട് 20 MP തെരഞ്ഞെടുത്ത് ഈ UDF LDF NDA ഒക്കെ ഉണ്ടായിട്ട് അതിൽ ഒരു സ്ത്രീയെ ജയിപ്പിക്കാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മുടെ പുരോഗമനം, പ്രബുദ്ധത പറഞ്ഞ എവിടെയാണ്? നമുക്ക് ഈക്വാലിറ്റി, തുല്യത, സമത്വം എന്നുള്ളത് മനസ്സിലാവുകയില്ല. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഹിന്ദു മതത്തിന്റെ പേരിലും ക്രിസ്തു മതത്തിന്റെ പേരിലും ഇസ്ലാം മതത്തിന്റെ പേരിലും ഒക്കെ വരും. മുസ്ലിം ലീഗിന് അത് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു ഏറ്റവും പുതിയ തെളിവാണിത്. തീർച്ചയായിട്ടും UDF നേതാക്കന്മാര് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ട കാര്യമാണിത്. വളരെ നന്ദി കാരശ്ശേരി മാഷ താങ്കളുടെ പ്രതികരണത്തിൽ. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൂർ പാനൂരിലാണ് ഷാഫി പറമ്പിലിലെ വിജയാഹ്ലാദ പ്രകടനം നടക്കാനിരിക്കുന്നത്. അതിനോട് മുന്നോടിയായി തന്നെ മുസ്ലിം ലീഗിൻ്റെ ഷാഹുൽ ഹമീദ് എന്ന നേതാവ് ഒരു വിലക്ക് കൽപ്പിക്കുകയാണ്. ഇത്തരത്തിൽ വനിതകൾ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ